ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? ഭയങ്കര മഴയാണല്ലോ എല്ലായിടത്തും. എല്ലാവരും സേഫാണല്ലോ അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. മഴയാണ്, കുറച്ച് കലുഷിതമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക, അലേർട്ടായിട്ടിരിക്കുക. ഓക്കെ, നമുക്കിന്ന് ഒറാക്കിൾ കാർഡിൻ്റെ അടുത്ത് ഞാൻ എടുക്കുന്ന റീഡിങ്ങിൽ കൂടുതലും എനർജീസ് വരുന്നത് ഫിനാൻഷ്യലി ചീറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികം നഷ്ടപ്പെട്ട ആ ഒരു എനർജിയാണ് കൂടുതലും എനിക്ക് റീഡിങ്ങിൽ കയറി വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ഒരു സ്റ്റക്കോണായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ എങ്കിൽ അതിന് എന്ത് നിർദ്ദേശമാണ് ഒറാക്കിൾ കാർഡിന് ബട്ടർഫ്ലൈക്ക് നിങ്ങൾക്ക് നൽകാനുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് മൈൻഡ് കാമാൻ ക്വയറ്റാക്കി വയ്ക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഫോക്കസ് ചെയ്യുക, മൈൻഡിനെ സ്റ്റേബിളാക്കി വയ്ക്കുക. നമുക്ക് ഷഫിൾ ചെയ്യാം. നമുക്ക് കാർഡ് എടുക്കാം. നിങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾ രഹസ്യമായി തയ്യാറാക്കി കാത്തിരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മണി ബ്ലോക്കേജസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുറേ ഐഡിയാസ് ഉണ്ട്, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഒരു എ പ്ലാൻ ബി പ്ലാൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട്, ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനും നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ എല്ലാം മറ്റുള്ളവരോട് പറയാതിരിക്കുക, നിങ്ങളുടെ ഉള്ളിൽ തന്നെ രഹസ്യമായിട്ടിരിക്കട്ടെ. അത് വേറെ ആരും അറിയണ്ട. നമ്മളധികം കൂടുതൽ ഷെയർ ചെയ്യരുത്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു കാര്യം സംഭവിക്കുമ്പോൾ ഇങ്ങനെ നടക്കാൻ പോകുന്നു, ഇങ്ങനെ പറയാൻ പോകുന്നു, ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ എനർജീസ് മറ്റുള്ളവരിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർ നമ്മുടെ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴും ചെയ്യുമ്പോഴും പറയാതിരിക്കുക. അത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോലും പറയാണ്ടിരിക്കുക. നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് പറയാം, അവരെപ്പോഴും നമ്മുടെ എപ്പോഴും നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും പറയേണ്ടതേ പറയാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് മണി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആവുമ്പോൾ, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ മില്യണയേഴ്സും ബില്യണയേഴ്സൊക്കെ അവരൊക്കെ അവരുടെ ഇതൊക്കെ ഭയങ്കര സീക്രട്ടായിട്ടായിരിക്കും വയ്ക്കുക. നിങ്ങളൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരിക്കും, നല്ല പ്ലാനിങ് ഉള്ള വ്യക്തിയാണ്. എങ്ങനെ അത് ഓവർകം ചെയ്യണമെന്നും എങ്ങനെ ആ പ്ലാനിങ്ങിനനുസരിച്ചിട്ട് നീങ്ങണമെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉള്ള വ്യക്തിത്വങ്ങളായിരിക്കും. നല്ല ഹാർഡ് വർക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പരിശ്രമത്തിനൊക്കെ ഒരു ഫലം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ പ്ലാനിങ് എല്ലാം നിങ്ങളിൽ തന്നെ ഇരിക്കട്ടെ. അത് മറ്റാരുടെ ഷെയർ ചെയ്യരുത് എന്നാണ് ടാരോ പറയുന്നത് കേട്ടോ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ.